നമസ്കാരം. ഇന്ന് എട്ടാമത്തെ ദിവസമായ ഉത്സവത്തിന്റെ എട്ടാം വിളക്ക് എന്നാണ് പറയാറുള്ളത്. എട്ടാം വിളക്കിന് അനേകം പ്രത്യേകതകളുണ്ട്. അത് വേറൊന്നുമല്ല, ഉത്സവബലി ചടങ്ങുകളാണ് ക്ഷേത്രത്തിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ കാഴ്ചശിവേലി ഏതാണ്ട് ഒരു 8 മണിയോടുകൂടി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഉത്സവബലി ചടങ്ങുകൾ തുടങ്ങുകയായി. ഉത്സവബലി എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ഈ ഓരോ ബലിക്കല്ലിനും ബലി തൂവുന്നത് ശ്രീഭൂതബലിക്ക് കണ്ടിട്ടുണ്ടല്ലോ. ഇതിൽ തന്നെ കൊടിമരത്തിന്റെ മുന്നിലായിട്ട്, അതായത് ഗുരുവായൂരപ്പനെ നേരെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ബലിക്കല്ലുണ്ടല്ലോ, അത് എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടാവും കേട്ടോ. ആ ബലിക്കല്ലിന് ബലി തൂവുന്ന ചടങ്ങാണ് ഈ ഒരു ഉത്സവ ബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താന്ത്രിക വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഉത്സവബലി ചടങ്ങുകളാണ് ക്ഷേത്രത്തിനകത്ത് നടക്കുന്നത്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത 33 ദൈവഗണങ്ങളും ഇന്ന് ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്റെ മുത്തശ്ശിയൊക്കെ പണ്ട് എട്ടാം വിളക്കിന്റെ അന്ന് ക്ഷേത്രത്തിൽ നിന്ന് വരില്ലായിരുന്നു. രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കണ വരെ അവിടെ തന്നെയായിരുന്നു കേട്ടോ. തീരെ പുറത്ത് വരില്ല, അവിടെ ഇരുന്ന് നാമം ജപിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇങ്ങനൊരു ഐതിഹ്യം പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ട്. ഇന്നത്തെ ദിവസം എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. ഒന്നാമത്തെ സന്തോഷം, ഇന്നലെ 7ാമത്തെ ദിവസമായിരുന്നു കൃഷ്ണദേവന്റെ ആദ്യത്തെ ഗുരുവായൂരപ്പന്റെ കീഴ്ശാന്തി ആയിട്ടുള്ള സേവനം ആരംഭിക്കുന്ന ദിവസം. ഇന്നലെ ഹവിസ് പിടിക്കാനാണ് തുടങ്ങിയത് കേട്ടോ. അതിന്റെ ഏതാനും ചില ചിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഹവിസ് പിടിച്ച് മേൽശാന്തിയോടൊപ്പം നടക്കുക എന്നുള്ള ആ ഒരു ചുമതലയാണ് ആദ്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ കാത്തിരിപ്പാണ്. കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു, കണ്ടു നിറഞ്ഞു. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഹവിസ് പിടിച്ച് നടക്കുന്ന ആ കുഞ്ഞുണ്ണിയെ കണ്ട സമയത്ത് ജനിച്ചു വീണ് കയ്യിൽ കിട്ടിയ ആ ഒരു നിമിഷം മുതലുള്ള കാര്യങ്ങളാണ് ഓർമ്മ വന്നിരുന്നത്. അപ്പൊ അതെന്റെ ഒരു പേഴ്സണൽ സന്തോഷം, അത് പങ്കുവെക്കുന്നു. അപ്പം ഇന്നലെ ആയിരുന്നു എൻ്റെ കുട്ടികളുടെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നത്. അതിൻ്റെയും ഏതാനും ചില ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ ഇന്നാണ് കുട്ടികളുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ ഡാൻസ് പ്രോഗ്രാമുകൾ ഉള്ളത്. അതിൻ്റെ സന്തോഷമുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ ഇന്ന് 3 മണി തൊട്ട് 4 മണി വരെയുള്ള സമയത്താണ് അവരുടെ പ്രോഗ്രാം വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ക്ഷേത്രത്തിന്റെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ ചാനലിൽ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെയും ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരുപാട് പേഴ്സണൽ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒപ്പം 8ാം ഉത്സവ ആശംസകളും എല്ലാവർക്കും നേരുന്നു.